അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, കബീർ ഹിമമിയാണ്. ചില മരണങ്ങൾ നമ്മെ വല്ലാതെ വേദനിപ്പിക്കും. എന്നാൽ ചില മരണങ്ങളോ വേദനയോടൊപ്പം നമ്മെ വല്ലാതെ കോരിത്തെരിപ്പിക്കുകയും ചെയ്യും. സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. സുഹൈല ഹാദിയ എന്ന പ്രിയപ്പെട്ട ഒരു സഹോദരി ഉംറക്കായിട്ട് മക്കയിൽ ചെന്ന് തവാഫ് കഴിഞ്ഞ് 2 ഉംറകൾ കഴിഞ്ഞ് 3-ാമത്തെ ഉംറയിലെ തവാഫ് കഴിഞ്ഞ് മഖാം ഇബ്രാഹീമിൽ നിസ്കരിച്ച് ഹജറുൽ അസ്വദ് മുത്താനുള്ള ഭാഗ്യം ലഭിച്ച് ശേഷം തൻ്റെ കൂടെ വന്ന എല്ലാ സ്ത്രീകളെയും ഒരുമിച്ച് കൂട്ടി അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തി പൊട്ടിക്കരയുന്ന നിമിഷം കുഴഞ്ഞു വീണ് മരിച്ച വാർത്ത കേട്ട് വല്ലാതെയങ്ങ് വേദനയോടൊപ്പം മാനസികമായിട്ട് എന്തൊരു ഭാഗ്യവതിയാണ് സുഹൈല ഹാദിയ എന്ന് മനസ്സുകൊണ്ടിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഏക വിഷമമെന്ന് പറയുന്നത് ആ പ്രിയപ്പെട്ടവരുടെ 2 പിഞ്ചു മക്കളുടെ മുഖങ്ങൾ കാണുമ്പോഴാണ്. 6 വയസ്സുള്ള ഒരു മോളും അതിൻ്റെ ചെറിയ അനുജനെയും കാണുമ്പോൾ ആ മുഖം കാണുമ്പോൾ വല്ലാതെ നീറ്റിലുണ്ടാക്കുന്നുണ്ടെങ്കിലും പ്രിയപ്പെട്ടവരെ, എത്ര വലിയ ഭാഗ്യവതിയാണ് സുഹൈല ഹാദിയ എന്ന് നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ കാണുന്ന ഈ ഫോട്ടോ അവരുടെ മക്കളുടെ ഫോട്ടോ ആണ്. സുഹൈല ഹാദിയയുടെ ഓരോ വിഷയങ്ങളും ഇങ്ങനെ അവരുടെ ഉസ്താദുമാരും ഭർത്താക്കന്മാരുടെയും വോയിസുകൾ ഇങ്ങനെ വരുമ്പോൾ ഓരോ വോയിസുകളും നമ്മെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ സുഹൈല ഹാദിയ എന്ന ആ പ്രിയപ്പെട്ട സഹോദരിയുടെ ഉസ്താദിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കാണുകയുണ്ടായി. അതിൽ ആ ഉസ്താദ് അവളെക്കുറിച്ച് പറയുന്നുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങേയറ്റം ഇഷ്ക് വെച്ച് പഠിക്കുന്ന കാലത്തെ ജീവിച്ചവളായിരുന്നു സുഹൈല ഹാദിയ. എല്ലാ ദിവസവും ബുർദക്ക് നേതൃത്വം നൽകുമായിരുന്നു കോളേജിൽ. ഒരു ദിവസം അദ്ദേഹം എഴുതുന്നത് ഇങ്ങനെയാണ്. ഒരു ദിവസം വിതുമ്പിക്കരഞ്ഞുകൊണ്ട് ഓഫീസിലേക്ക് വന്ന് സുഹൈല ഹാദിയ, ഉസ്താദെ, എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് അവൾ പറയുന്നു. അവൾക്ക് വാക്കുകൾ കിട്ടുന്നില്ല. അവൾ പറഞ്ഞു മുറിഞ്ഞ ഭാഷയിൽ, ഉസ്താദ്, ഞാൻ മുത്തുനബിയെ കണ്ടു. പിന്നീട് 2 പ്രാവശ്യം അവൾ ഇത് എന്നോട് വീണ്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ പല പ്രാവശ്യം മുത്തുനബിയെ സ്വപ്നത്തിൽ ദർശിക്കുകയും ജീവിതം കൊണ്ട് ഹബീബിനെ സ്നേഹിക്കുകയും യഥാർത്ഥ മുത്തഖിയായി ജീവിച്ച് പ്രിയപ്പെട്ടവരെ, അവസാനം അവൾ ഉസ്താദിനോട് പറയുന്നൊരു കാര്യം നോക്ക്. എന്നിട്ട് അവൾ പറയും, എനിക്ക് മദീനയിലെത്താൻ പറ്റില്ലേ ഉസ്താദെ, അവിടെ എത്തിയാൽ ഞാൻ ചിലപ്പോൾ ഹൃദയം പൊട്ടി മരിച്ചു പോകും ഉസ്താദെ എന്ന് ആ സുഹൈല ഹാദിയ പഠിക്കുന്ന കാലത്ത് ഉസ്താദിനോട് പറയുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, മക്കയിലെത്തി ഇനി മദീനയിലേക്കാണ് പോകുന്നത്. താൻ ഏറ്റവും സ്നേഹിക്കുന്ന ഹബീബിൻ്റെ ചാരത്തേക്ക് എത്തണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ എങ്ങനെ ആ ഹദ്റത്തിലെത്തുമെന്നൊരു ഭയവും ആ പ്രിയപ്പെട്ട സുഹൈല ഹാദിയക്കുണ്ടായിരുന്നു. പക്ഷേ മദീനയിലെത്തും മുമ്പ് ഹറമിൽ മതാഫിൽ കോടിക്കണക്കിന് നല്ല മനുഷ്യർ ഇരുന്ന് പ്രാർത്ഥിച്ചു നിസ്കരിച്ച മതാഫിൽ കുഴഞ്ഞു വീണ് മരിച്ചു എന്ന ഒരു വാർത്ത കേൾക്കുമ്പോൾ എത്ര വലിയ ഭാഗ്യവതിയാണ് സുഹൈല ഹാദിയ എന്ന പ്രിയപ്പെട്ടവൾ. സഹോദരന്മാരെ, ഒരുപാട് അത്ഭുതങ്ങൾ ഈ മരണത്തിലുണ്ട്. ഒരുപാട് അത്ഭുതങ്ങൾ. കാരണം ഈ സുഹൈല ഹാദിയ എന്ന ഈ പ്രിയപ്പെട്ട സഹോദരി തൻ്റെ മരണം ഇവിടെയാണെന്ന് ഉറപ്പിച്ചിട്ടായിരുന്നു ഉംറയിലെ ജീവിതങ്ങളെന്ന് പറയുന്നുണ്ട്. തൻ്റെ മക്കളെ വിളിച്ച്, മൂത്ത മകൾ 6 വയസ്സുള്ള മകളെ വിളിച്ചുകൊണ്ട് എങ്ങനെയാണ് ബാത്റൂമിൽ പോകുക എന്നൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നു. അതുമാത്രമല്ല, കുഞ്ഞഞ്ചനെ എങ്ങനെ കുളിപ്പിക്കണമെന്ന് ഉംറക്ക് വന്ന സമയത്തും മക്കയിൽ വെച്ച് റൂമിൽ വെച്ച് പഠിപ്പിച്ചു കൊടുക്കുന്നു. എന്നിട്ട് അവസാനം ഉംറക്ക് പോകുമ്പോൾ ആ മക്കളോട് പറഞ്ഞു, ചിലപ്പോൾ ഉമ്മ തിരിച്ചു വരുമെന്ന് ഉറപ്പില്ല മക്കളെ എന്ന് പറഞ്ഞിട്ടാണ് സുഹൈല ഹാദിയ എന്ന പ്രിയപ്പെട്ടവൾ സഹോദരന്മാരെ ഉംറക്ക് വേണ്ടി ഖിബ്ലയെ ലക്ഷ്യം വെച്ചുകൊണ്ട്, കഅബയെ ലക്ഷ്യം വെച്ചുകൊണ്ട് യാത്ര പോകുന്നത്. ആ യാത്രയിലാണ് ആ തവാഫ് കഴിഞ്ഞ് സുഹൈല ഹാദിയ കുഴഞ്ഞു വീണ് മരിക്കുന്നത്. ഞാൻ അവരുടെ വോയിസ് അദ്ദേഹത്തിൻ്റെ ആ സ്ത്രീയുടെ ഭർത്താവിൻ്റേതാണെന്ന് തോന്നുന്നു. വോയിസ് കേട്ടപ്പോൾ വല്ലാതെ മനസ്സങ്ങ് പൊട്ടിപ്പോയി. നിങ്ങൾ ആ വോയിസ് ഒന്ന് കേട്ടതിന് ശേഷം നമുക്ക് വിഷയം സംസാരിക്കാം. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ശേഷം അതെ, ഹറമെന്ന് മരണപ്പെട്ടാൽ ഇവിടെ തന്നെ ഉണ്ടാക്കലാണ്. പിന്നെ വൈഫിന് ആഗ്രഹം ജന്നത്തുൽ മുഅല്ലയിൽ അവിടെ ഖദീജ ബീവിയിൽ കിടക്കുന്നില്ലേ,
അപ്പൊ അതുകൊണ്ട് അവിടെ ആ ഒരു ഇതിൽ കിടക്കണം എന്നായിരുന്നു ആഗ്രഹം. അപ്പൊ ഇവിടെ തന്നെ ആയിരിക്കും ഉണ്ടാവുക, ഹറാമ തന്നെ. പിന്നെ അസറസ്കാരത്തോടുകൂടി ഇവിടുത്തെ ഹറമിൽ അസറസ്കാരത്തോടുകൂടി മയ്യത്തസ്കാരം ഉണ്ടാവും. അസറസ്കാരത്തിന് മയ്യത്തസ്കരിക്കും. കൊണ്ടുവരുന്നില്ല, അവളെ ആഗ്രഹം അതായതുകൊണ്ട് അവളെ ആഗ്രഹിച്ചെല്ലാം നടന്നല്ല. പിന്നെ ഇതായിട്ട് നമ്മളിനി നടത്തായിക്കാണ്ടിരിക്കുന്ന എന്തിനാ? അവളുടെ ആഗ്രഹം അവിടെ വെച്ചിട്ട് മരിക്കാനായി. എല്ലാം അതുപോലെ ആയി. 2 ഉംറ ചെയ്തു. 3ാമത്തെ ഉംറ തവാഫ് ചെയ്തു. ഹജറുൽ അസ്വദ് ചുംബിച്ചു. മഖാം ഇബ്രാഹിം നിസ്കരിച്ചു. അതിനുശേഷം അവളെ കൂടെയുള്ള പെണ്ണുങ്ങളെല്ലാം വിളിച്ചിരുത്തി ദുആ ചെയ്ത് ദുആയോടുകൂടി എന്തായി, അവള് നമ്മളെ വിട്ടുപോയി. അവളാദ്യേ എല്ലാം തീരുമാനിച്ചതാ. മകളോടെല്ലാം, മൂത്ത മോളോട്, അതായത് 6 വയസ്സ് മോളോട് 4 വയസ്സുള്ള മോന കുളിക്കാൻ, അതല്ല അത് കുളിക്കേണ്ടത് എങ്ങനെയാ, കുളിച്ചു കൊടുക്കേണ്ടത് എങ്ങനെയാണെന്നെല്ലാം പഠിപ്പിച്ചു കൊടുത്ത് 2 ദിവസമായിട്ട്. ബാത്റൂം പോയാൽ എങ്ങനെയാ കഴിയേണ്ടതെല്ലാം പഠിപ്പിച്ചു കൊടുത്ത് എല്ലാം സെറ്റാക്കിയിട്ട് ഇനി മോളെ നോക്കേണ്ടതെല്ലാം പറഞ്ഞ് നല്ല ഉംറക്ക് പോകുമ്പോൾ മക്കളെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് ഇനി വരുമോന്ന് അറിയില്ലല്ല എന്ന് വരെ പറഞ്ഞിട്ടാണ് പോയത്. അതുകൊണ്ട് ഇവിടെ തന്നെ ആയിരിക്കും ഇൻഷാ അല്ലാഹ് നടക്കുക. വല്ലാത്തൊരു അത്ഭുതം നിറഞ്ഞൊരു മരണമായിരുന്നു എന്ന് നമുക്ക് പറയാം. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഖദീജുമ്മ മരണപ്പെട്ട് കിടക്കുന്ന ജന്നത്തുൽ മുഅല്ലയിൽ എനിക്കൊരിടം കിട്ടണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു സ്ത്രീയായിരുന്നു സുഹൈല ഹാദിയ. പ്രിയപ്പെട്ടവർ, നിങ്ങളൊരു അത്ഭുതം കേൾക്കണോ? ഈ കഴിഞ്ഞ 6 മാസക്കാലത്ത് ഹറം ഷരീഫിൻ്റെ അധികാരികൾ അജ്നബിയായ അഥവാ പുറത്തുള്ള, ആ നാട്ടിന് പുറത്തുള്ള മനുഷ്യർ മരണപ്പെട്ടാൽ ജന്നത്തുൽ മുഅല്ലയിൽ ഇപ്പോൾ മറമാടുക ഇല്ലായിരുന്നു. അതേ സ്ഥിതിയിൽ തുടർന്നുകൊണ്ടിരുന്ന അവസ്ഥയിലാണ് സുഹൈല ഹാദിയ മരണപ്പെടുന്നത്. അങ്ങനെ ആദ്യ സമയത്ത് അവിടെ മറമാടാനുള്ള തീരുമാനങ്ങളൊന്നും അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നില്ല. അവസാനം ആ പ്രിയപ്പെട്ട 2 പിഞ്ചു മക്കളെ മുഖം കണ്ടപ്പോൾ ഹറം ഷരീഫിൻ്റെ അധികാരികൾ ഇവരെ ജന്നത്തുൽ മുഅല്ലയിൽ തന്നെ മറമാടണം എന്ന് അവർ തീരുമാനിക്കുകയും അങ്ങനെ ഖദീജുമ്മ മരണപ്പെട്ട് കിടക്കുന്ന ആ ജന്നത്തുൽ മുഅല്ലയിൽ തന്നെ സുഹൈല ഹാദിയയുടെ ഖബർ ഷരീഫ് ഉണ്ടാക്കുകയും ചെയ്തു എന്ന വാർത്തയും കൂടി കേൾക്കുമ്പോൾ അവർ ജീവിതത്തിൽ ആഗ്രഹിച്ച, പ്രിയപ്പെട്ടവരെ, ചെറിയ വയസ്സുള്ള ഒരു സഹോദരിയുടെ ജീവിതം ഈ കാലത്തും കാലുഷിതമായ അഥവാ വളരെയധികം നീചമായ പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഈ കാലത്തും ഇത്തരം സഹോദരിമാർ ജീവിച്ചു പോയി എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, നല്ല ഒരുപാട് മനുഷ്യരുണ്ടത് കൊണ്ട് തന്നെയാണ് ഈ ലോകം ഇന്ന് നിലനിൽക്കുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയും. അങ്ങനെ അതേ ജന്നത്തുൽ മുഅല്ലയിൽ അള്ളാഹു അവർക്ക് സ്ഥാനം നൽകിയെന്ന് പറയുമ്പോൾ എത്ര വലിയ ഭാഗ്യവതിയാണ്. അതിനെക്കുറിച്ച് ആ ഭർത്താവ് പറയുന്നത് നിങ്ങൾ കേൾക്കുക. അൽഹംദുലില്ലാഹ്, ഓളെ സുഹൈലയുടെ ആഗ്രഹം പോലെ തന്നെ ആർക്കും ജന്നത്തുൽ മുഅല്ലയിൽ ഇപ്പൊ കൊടുക്കലില്ല എന്നാ പറഞ്ഞിട്ട് 6 മാസത്തോളായിട്ട് അജ്നബികൾക്ക് ആർക്കും കൊടുക്കലില്ല അവിടെ ഖബറടക്കാറ്. പക്ഷെ മുഹമ്മദിന്റെ ഷാദിന്റെ മുഖം കണ്ടപ്പോ ഓരെണ്ണ പറഞ്ഞിങ്ങോട്ട് ജന്നത്തുൽ മുഅല്ലയിൽ ഖബറടക്കാം ഓളാഗ്രഹം അതറിഞ്ഞായിരുന്നു. ഓളാഗ്രഹം പോലെ തന്നെ എല്ലാം നടന്നു. എന്തൊരു ജീവിതമാണ് പ്രിയപ്പെട്ടവരെ. കണ്ണൂർ സ്വദേശിനിയാണ്. ഹാഫിദ് ഷറഫുദ്ദീൻ സഖാഫി വെള്ളീക്കലിൻ്റെ ഭാര്യയാണ് സുഹൈല. വയസ്സ് വെറും 26 വയസ്സാണ്. 26 വയസ്സിൽ താൻ ആഗ്രഹിച്ച സുഹൃതം നേടി ഈ ലോകത്തുനിന്നും യാത്ര പറഞ്ഞ പ്രിയപ്പെട്ട സഹോദരിയാണ്. അള്ളാഹു അവർക്ക് നീ പുറത്തു കൊടുക്കണം റഹ്മാനെ. അവിടെയൊക്കെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെയൊക്കെ നീ നന്നാക്കി തരണേ അല്ലാഹ്. പ്രിയപ്പെട്ടവരെ, ഒരു ഉംറ നിർവഹിച്ച് 2 ഉംറ നിർവഹിച്ച് 3ാമത്തെ ഉംറയുടെ പകുതിയിൽ വെച്ച്, അതും ഇഹ്റാമിലൂടെ. പ്രിയപ്പെട്ടവരെ, ഇഹ്റാമിലൂടെ മരണപ്പെട്ട ഒരു വിശ്വാസി കിട്ടുന്നതിന് ഭാഗ്യം എന്താണ്? അവർക്ക് പ്രിയപ്പെട്ടവരെ അതേ വസ്ത്രത്തിൽ അവരെങ്ങനെയാണോ ഇഹ്റാം ചെയ്തിട്ടുള്ളത് അതേ വസ്ത്രത്തിൽ പ്രിയപ്പെട്ടവരെ കുളിപ്പിക്കാനൊന്നുമില്ല, നേരെ കൊണ്ടുപോയി ഖബറിൽ മറമാടുന്ന രീതിയാണ്. അങ്ങനെയാണല്ലോ ചെയ്യേണ്ടത്. പ്രിയപ്പെട്ടവരെ, അതേ അവസ്ഥയിൽ അവർ ഇഹ്റാമിൻ്റെ അതേ അവസ്ഥയിൽ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് ഹാജരായിട്ടുണ്ടാകും. അള്ളാഹ് എന്തൊരു ഭാഗ്യമാണ്.
റബ്ബേ അവരുടെ മരണത്തിൽ വേദനിക്കുന്ന ആ ഭർത്താവും മക്കളും ആ കുടുംബവും നീ സമാധാനം നൽകണേ അല്ലാ. എന്നാലും അവർ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട്, പ്രിയപ്പെട്ടവരോട് സ്നേഹത്തോടെ പറയുന്നത്, ഭാഗ്യം കൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് തന്നെയാണ് പറയാനുള്ളത്. നിങ്ങളെ കൈപിടിക്കാൻ സുഹൈല ഹാദി എന്ന പ്രിയപ്പെട്ട സഹോദരി നാളെ ആഖിറ ലോകത്തുണ്ടാകും. അതുകൊണ്ട് ആ വിഷയം ചിന്തിച്ചുകൊണ്ട് മാത്രം ആ പൊന്നുമക്കളെ നല്ലതുപോലെ വളർത്തുക. ആ ഉമ്മയുടെ പാതയിൽ നല്ല നന്മയുള്ള മക്കളായിട്ട് ആ 2 പൊന്നുമക്കളും വളരട്ടെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവർക്ക് വേണ്ടി തഹ്ലീലുകൾ ചൊല്ലണം, അവർക്ക് വേണ്ടി മുഴു സമയവും പ്രാർത്ഥനകളിൽ നാം ഉൾപ്പെടുത്തണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തി പ്രിയപ്പെട്ടവരെ, അള്ളാഹുവയുടെ ഖബർ ആഖിറ ലോകം സ്വർഗീയമാക്കി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്തൊരു സന്തോഷമാണ് അവരുടെ ജീവിതത്തിൽ ആഖിറ ലോകത്തും ദുനിയാവിലും. അള്ളാഹ് നീ കബൂലാക്കണേ റഹ്മാനെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.